പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം നോഹ ദൈവത്തിന് യാഗമർപ്പിച്ചതിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ്. ജലപ്രളയം കഴിഞ്ഞ് നോഹ വെളിയിൽ വന്നു. നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ദൈവത്തിന് യാഗമർപ്പിച്ചു. സൗരഭ്യവാസനയുള്ള സുഗന്ധവാസനയുള്ള യാഗമർപ്പിച്ചു എന്നതിനെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന് നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് തന്നെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇനിയും പാവമുണ്ട്. മനുഷ്യന് പാപം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പാപം മനുഷ്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മനോനിരൂപണമൊക്കെയും പാപമാണ്. മനസ്സിലെ വിചാരങ്ങളൊക്കെയും പാപമാണ്. മനസ്സിലെ ചിന്താഗതികളൊക്കെയും പാപമാണ്. എന്നാൽ ഞാൻ പക്ഷേ ഇനി മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല. ജലപ്രളയത്തിൽ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും നശിച്ചതുപോലെ ഇനി മനുഷ്യനെ ഞാൻ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ അഗാധമായ വാത്സല്യമാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ആഴമേറിയ സ്നേഹത്തോടെ ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ്. മനുഷ്യനോട് ദൈവം ചെയ്യുന്ന ഒരു നിയമമാണ്. തുടർന്ന് വായിക്കുമ്പോൾ
യഹോവയായ ദൈവം മനുഷ്യനോട് നിയമം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇവിടെ ദൈവം തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു എന്നാണ് നാം കാണുന്നത്. ദൈവം തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു എന്ന്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്, ദൈവത്തിന് ഒരാളത്വമുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയമുണ്ട്. ദൈവത്തിന് ഹൃദയത്തിൽ വികാരങ്ങളുണ്ട്. സ്നേഹവികാരമുണ്ട്, വാത്സല്യ വികാരമുണ്ട്, കരുണയുടെ വികാരമുണ്ട്, ദയാവായ്പിൻ്റെ വികാരമുണ്ട്, മനുഷ്യൻ്റെ വേദന കണ്ടുള്ള ആർദ്രതയുടെ വികാരമുണ്ട്. ദൈവം വികാരങ്ങളുള്ള, ഹൃദയങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്, ഒരാളത്വമാണ്. നാം വായിക്കുന്നത് അങ്ങനെയാണ്: യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്. യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. തന്നെത്താൻ ദൈവം പറയുകയാണ്, ഹൃദയത്തിൽ പറയുകയാണ്, ഇനി ഞാൻ മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല. ദൈവം അരുളി ചെയ്തു, മനുഷ്യൻ്റെ മനോനിരൂപണമൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ നിമിത്തം ദൈവം ഭൂമിയെ ശപിച്ചു എന്ന് കാണാം. മനുഷ്യൻ്റെ നിമിത്തം, മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവം ഭൂമിയെ ശപിച്ചു. മനുഷ്യൻ്റെ പാപം എത്രയും വലുതായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചു എന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ പാപം. ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ചു എന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ പാപം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല എന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ പാപം. ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ദൈവം കൊടുത്ത ഒരു വചനം, ദൈവം കൊടുത്ത ഒരാജ്ഞ, അത് ആദാം ലംഘിച്ചു. വചനം അനുസരിച്ചില്ല, വചനത്തെ മാനിച്ചില്ല, വചനത്തെ വളച്ചൊടിച്ചു. വചനത്തെ വളച്ചൊടിക്കുന്നതിന് സഹായിയായി, അതിന് ഉപോദ്ബലകമായി വേറൊരു വചനം ആദാമിന് ലഭിച്ചു. ആദാമിനും അന്നത്തെ ആദ്യ മനുഷ്യന് ലഭിച്ചതായ വചനം അത് പിശാചിൻ്റെ വായിൽ നിന്നായിരുന്നു, സാത്താൻ്റെ കയ്യിൽ നിന്നായിരുന്നു. പൈശാചികൻ കൊടുത്തതായ ആ വചനം മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞു. ആ വചനം മനുഷ്യൻ സ്വീകരിച്ചു. ദൈവം കൊടുത്ത വചനത്തെ വളച്ചൊടിക്കുന്നതായൊരു വചനമാണ് സാത്താൻ കൊടുത്തത്. എക്കാലത്തും പിശാച് ചെയ്യുന്നൊരു തന്ത്രം അതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ മായം കലർത്തുക എന്നുള്ളതാണ് സാത്താൻ ചെയ്യുന്ന തന്ത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം: മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ ഭാര്യയെ അനുസരിച്ച് എൻ്റെ വചനത്തെ ലംഘിച്ചതുകൊണ്ട്, നിന്റെ ഭാര്യയുടെ ഹിതത്തിന് വിധേയപ്പെട്ട് എൻ്റെ വചനത്തെ നീ ധിക്കരിച്ചു, എൻ്റെ വചനത്തെ നീ ലംഘിച്ചു. അതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. വളരെ ദൂരവ്യാപകമായ, നൂറ്റാണ്ടുകളിലൂടെ വളർന്നതായ, വർഷങ്ങൾ നിലനിന്നതായ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും നിലനിന്നതായ ഒരു വലിയ ശാപമായിരുന്നു അത്. യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ് ആ ശാപത്തിന് ഒരു മോചനം കിട്ടിയത്. ക്രിസ്തു ശാപം ഏറ്റെടുത്തു. ഭൂമിയുടെ ശാപം ഏറ്റെടുത്തു, മനുഷ്യൻ്റെ ശാപം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ മഹത്വമുള്ള വചനത്തെ ഒന്നാമത്തെ മനുഷ്യൻ ധിക്കരിച്ചതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. രണ്ടാം ആദാം അനുസരിച്ചു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ യാഗമായി അർപ്പിക്കുവാൻ തയ്യാറായി. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയം തണുത്തു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ആറി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു കിട്ടിയെന്ന് വരികയില്ല. ആത്മാവിലാണ് ഇതെല്ലാം ഗ്രഹിക്കേണ്ടത്. അറിവുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല. ദൈവത്തിൻ്റെ ഹൃദയം തണുത്തു എന്നോ, ദൈവത്തിൻ്റെ കോപം തണുത്തു എന്നോ, ദൈവത്തിൻ്റെ ദുഃഖം തണുത്തു എന്നോ ഒന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ സാധാരണ മനുഷ്യ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ജീവനുള്ള ദൈവം, സ്നേഹവാനായ ദൈവം, സ്നേഹം പിടഞ്ഞ് വേദനിക്കുന്ന അനുഭവത്തിൽ ദൈവം നൂറ്റാണ്ടുകൾ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പും അതോടൊപ്പം തന്നെ
ഈ ഭൂമിയുടെ ശാപം മാറുക എന്നുള്ളതും ദൈവം ആശയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആദാം ചെയ്തു പോയ പാപം മൂലം മനുഷ്യജാതി പാപത്തിനും ശാപത്തിനും അടിമകളായി തീർന്നു. ആദാം ചെയ്ത പാപം മൂലം ഭൂമി ശാപത്തിനടിമയായി തീർന്നു. ഭൂമി ശാപത്തിന് വിധേയമായി തീർന്നു. ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അന്ന് ഭൂമി ശപിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നോഹയുടെ പ്രളയം കഴിഞ്ഞ് നോഹ കഴിച്ചതായ യാഗം മൂലം ദൈവത്തിന് മനുഷ്യനോട് ആർദ്രത തോന്നി, മനുഷ്യനോട് മനസ്സിലിവ് തോന്നി. നാം വായിക്കുന്നത് അങ്ങനെയാണ്: യഹോവ സൗരഭ്യവാസന മണത്തു. നോഹ ഒരു യാഗം അർപ്പിക്കുകയാണ് ചെയ്തത്. 20-ാം വാക്യം നമുക്ക് വായിക്കാം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യാഗമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യാഗം മൂലം മാത്രമേ ദൈവത്തിന് പ്രസാദം വരികയുള്ളൂ. നമ്മിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കണം. നമ്മിൽ ദൈവം സന്തോഷിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ യാഗമായി അർപ്പണം ചെയ്യണം. കർത്താവായ യേശുക്രിസ്തു സൗരഭ്യവാസനയുള്ള യാഗമായി അർപ്പിച്ചതുപോലെ നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കണം. ഒന്നും ബാക്കി വയ്ക്കാതെ, എൻ്റേത് എന്ന് ഞാനൊന്നും ബാക്കി വയ്ക്കാതെ എല്ലാം ക്രിസ്തുവിന് കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മിലേക്ക് വരുന്നത്. നോഹ യാഗമർപ്പിച്ചു. അതൊരു മുൻകുറിയാണ്, അതൊരു നിഴലാണ്, അതൊരു പ്രതീകമാണ്, അതൊരു സിമ്പലാണ്. എന്തിൻ്റെ സിമ്പലാണത്? അത് വരും കാലത്ത് കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെ സൗരഭ്യവാസനയായ യാഗമായി അർപ്പിക്കുന്നതിൻ്റെ മുൻകുറിയാണ് നോഹ ഈ യാഗം അർപ്പിച്ചത്. ഹാബേലിൻ്റെ ബലി ജീവനുള്ള ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മുൻകുറിയാണ്. ഇവിടെ നാം കാണുന്ന നോഹയുടെ യാഗവും ജീവനുള്ള ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മുൻകുറിയാണ്. അതിനു മുൻപ് നാം ശേത്തിൻ്റെ കാര്യം കണ്ടു. അന്ന് ആരാധന തുടങ്ങിയെന്ന് നാം കണ്ടു. ആരാധന അത് യാഗമാണ്. യാഗം ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മുൻകുറിയാണ്. നാം ഓരോരുത്തരും യാഗമായി അർപ്പണം ചെയ്യണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന് 1-ാം വാക്യം. നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനുള്ള യാഗം, വിശുദ്ധിയുള്ള യാഗം, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സാക്ഷാൽ യാഗം മാനസാന്തരമാണ്. സാക്ഷാൽ യാഗം രൂപാന്തരമാണ്. സാക്ഷാൽ യാഗം സമ്പൂർണമായ രൂപാന്തരമാണ്. സാക്ഷാൽ യാഗം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാനസാന്തരം കിട്ടിയിട്ടുണ്ടോ? നാം നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് എന്നേക്കുമായി വേർതിരിച്ചുവെന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഇനിയും ഞാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇനിയും ഞാൻ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാറുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ അനേകം പേര് ജീവിതം കർത്താവിന് സമർപ്പിച്ചവരാണ്. ജീവിതത്തിൽ നിങ്ങൾ അനേകം പേര് ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. എന്നാൽ നിങ്ങൾ ഒന്ന് ദയവായി ചിന്തിക്കൂ, എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചെന്ന് പറഞ്ഞെങ്കിലും ഇനിയും ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? ഇനിയും ഞാൻ എന്തെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ടോ? എൻ്റെ സമർപ്പണം ഒരു സമ്പൂർണ്ണ യാഗമായി തീർന്നുവോ? അനേകം വിശുദ്ധന്മാർ തങ്ങളെ തന്നെ യാഗമായി സമർപ്പിച്ചു. വിശുദ്ധന്മാരുടെ രക്തമാണ് സഭയുടെ വളക്കൂറുള്ള മണ്ണ്. വിശുദ്ധന്മാരുടെ രക്തമാണ് സഭയുടെ വളമായി തീർന്നത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭ വളരുന്നതിന് മുഖാന്തരമായി തീർന്നത്. അനേകർ ജീവൻ ബലിയർപ്പിച്ചു. നാം ആരും ജീവൻ ബലിയർപ്പിച്ചവരല്ല. നാം ആരും ജീവിതം മുഴുവനായി കർത്താവിന് കൊടുത്തവരല്ല.
എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സമർപ്പണം എങ്ങനെ ഇരിക്കുന്നു? മുഴുവനായി ക്രിസ്തുവിന് കൊടുത്തു എന്ന് നിങ്ങൾക്കതിനെ ഉറപ്പുണ്ടോ? ഇനി എൻ്റെ ഒരു ഭാവിയില്ല, എൻ്റെ ഒരു പരിപാടിയില്ല, എൻ്റെ ഒരു ഇഷ്ടമില്ല, എൻ്റെ ഒരു പദ്ധതിയില്ല, എൻ്റെ ഒരു പ്ലാനില്ല, എൻ്റെ ഒരു ശുശ്രൂഷയില്ല, എൻ്റെ ഒരു ആത്മീയമില്ല, ഇങ്ങനെ ആത്മീയവും ഭൗതികവുമായ സകല കാര്യങ്ങളും ക്രിസ്തുവിന് കൈമാറി എന്നുള്ളതായ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ദരിദ്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം ശരിയായ രീതിയിൽ ആയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് മുഴുവനായി എന്നെ ലഭിച്ചു എന്ന്, ക്രിസ്തു എന്നെ മുഴുവനായി ഏറ്റെടുത്തു എന്ന്, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ മുഴുവനായി എന്നെ തന്നെ കൊടുത്തു എന്ന്. എനിക്ക് സ്വന്തം പേരില്ല, എനിക്ക് സ്വന്തം പ്രശസ്തിയില്ല, എനിക്ക് സ്വന്തം ഭാവിയില്ല, എൻ്റേത് മുഴുവൻ യേശുവിന് കൊടുത്തു എന്ന് ഈ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ധൈര്യമായി ദൈവത്തെ സ്തുതിക്കാം. ഈ ഉറപ്പ്, എന്നെ തന്നെ മുഴുവനായി കൊടുത്തു എന്നുള്ള ഉറപ്പ്. ഏതെല്ലാം പാപങ്ങളാണ് നമുക്ക് വന്നത്? തീർച്ചയായും പാപങ്ങൾ നമ്മെ പലരെയും വേട്ടയാടുന്നുണ്ട്. പാപത്തിൻ്റെ പല ശാപങ്ങൾ നമ്മുടെ പിറകെ വരുന്നുണ്ട്. പല ചെയ്തികളിലും നമുക്ക് തിന്മകൾ വന്നിട്ടുണ്ട്, പല വാക്കുകളിലും നമുക്ക് ഓട്ടങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കരുതാത്തതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനെ ഓർത്തൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ട. എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ വന്നുപോയല്ലോ എന്നോർത്ത് നിങ്ങൾ അല്പം പോലും ഇന്ന് തളർന്നു പോകേണ്ട, നിരാശപ്പെട്ടു പോകേണ്ട, മ്ലാനവതൻ്റായി ഇരിക്കേണ്ട, നിങ്ങൾ വാടിയിരിക്കേണ്ട, നിങ്ങൾ തലതാഴ്ത്തിയിരിക്കേണ്ട. എന്നാൽ നിങ്ങൾ ഓർക്കൂ, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യണം. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾ മുഴുവനായി കഴുകും, സംശയിക്കേണ്ട. എല്ലാം കഴുകി നിങ്ങൾ വെടിപ്പാക്കും. ഒരു സമ്പൂർണ്ണ വിശുദ്ധിയാണ് നിങ്ങൾക്ക് തരും. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ കർത്താവ് എല്ലാം നിർമ്മലമാക്കി, സ്വച്ഛമാക്കി, സുന്ദരമാക്കി, മനോഹരമാക്കി, എല്ലാം വിശുദ്ധമാക്കി കർത്താവ് ചെയ്തു തരും. എന്താണ് ചെയ്യേണ്ടത്? എന്നെ തന്നെ സമ്പൂർണ്ണമായി യാഗമായി അർപ്പിക്കുക. നമുക്ക് പാടാനറിയാം, എന്നെ തന്നെ സന്നിധിയിൽ നാം പാടാറുണ്ട്. നമുക്കറിയാം, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്ന പാടാറുണ്ട്, മുഴുവനായി എന്നെ തന്നെ കർത്താവിന് കൊടുത്തു എന്ന് പാടാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വാസ്തവമായി നിങ്ങൾ ദയവായി ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക്. യേശുക്രിസ്തു ഒരു സജീവ വ്യക്തിത്വമായി എൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന്, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കൽ എന്നെ തന്നെ ഒരു വ്യവസ്ഥയും കൂടാതെ ഞാൻ അർപ്പണം ചെയ്തു എന്ന്, മുഴുവനായി വിട്ടുകൊടുത്തു എന്ന്, സെൻറ്റ് പോൾ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് പോലെ, എൻ്റെ കർത്താവെ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് കൊടുത്തു എന്ന്, സാധു സുന്ദരസിംഗ് കൊടുത്തു എന്ന് പറയുന്നത് പോലെ എന്നെ തന്നെ ഞാൻ ക്രിസ്തുവിന് കൊടുത്തു എന്ന്, എൻ്റെ കർത്താവെ CT സ്റ്റഡ് യേശുവിന് വേണ്ടി തന്നെ കൊടുത്തതുപോലെ എന്നെ തന്നെ ഞാൻ ക്രിസ്തുവിന് കൊടുത്തു എന്ന്, അഡോഡറാം ജഡ്സൺ ക്രിസ്തുവിന് വേണ്ടി തന്നെ കൊടുത്തതുപോലെ എന്നെ തന്നെ ഞാൻ കൊടുത്തു എന്ന്, ജോൺ വെസ്ലി തന്നെ ക്രിസ്തുവിന് കൊടുത്തതുപോലെ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് കൊടുത്തു എന്ന്, വില്യം കേറി തന്നെ ക്രിസ്തുവിന് കൊടുത്തതുപോലെ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് കൊടുത്തു എന്ന്, പുണ്യവാന്മാരായ പരിശുദ്ധ പിതാക്കന്മാർ തങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുത്തതുപോലെ ഞാൻ എന്നെ മുഴുവനായി ക്രിസ്തുവിന് കൊടുത്തു എന്ന് ഈ ഉറപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഈ ധൈര്യം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ പ്രാഗൽഭ്യം നിങ്ങൾ നേടിയിട്ടുണ്ടോ? അതാണ് സംഭവിക്കേണ്ടത്. യഹോവയായ ദൈവം നോഹയുടെ യാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്തു. എന്താണത്? ദൈവം മണത്തു എന്ന് പറയുന്നത്, അതിൻ്റെ ആശയം എന്താണ്? ദൈവം ഈ മനുഷ്യനെ പോലെ സുഗന്ധം മണത്ത് ആസ്വദിക്കുന്നവനാണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവർ. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം സന്തോഷിച്ചു എന്നാണ്, ദൈവം പ്രസാദിച്ചു എന്നാണ്, ദൈവം അതിൽ ആനന്ദിച്ചു എന്നാണ്. മനുഷ്യൻ കൊടുത്തതിൽ ദൈവം ആനന്ദിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10, 25 അല്ലെങ്കിൽ 50 മൈൽ അകലെയുള്ള ഒരിടത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു. എന്തെല്ലാമോ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. സിറ്റിയിലേക്കാണ് പോയത്. സിറ്റിയിൽ ചെന്നു, നിങ്ങൾക്ക് ചില ഓഫീസ് കാര്യങ്ങൾ നടത്താനുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ കടയിൽ കയറി ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബന്ധപ്പാടോട് നിങ്ങൾ ഓടി നടന്ന് ബന്ധപ്പെട്ടു. നിങ്ങൾ വൈകുന്നേരമായി തിരികെ പോരണം. പെട്ടെന്ന് തോന്നി, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല. ബന്ധപ്പാടുകൊണ്ട് ഊണ് കഴിക്കുന്ന കാര്യം ഓർത്തേയില്ല, അതിന് സമയം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യാം, ഒരല്പം ചായ കുടിക്കാം, ഒരു ഹോട്ടൽ കയറാം. ഹോട്ടൽ കയറി, നല്ലൊരു ഹോട്ടൽ, വളരെ നല്ല ഹോട്ടലാണ്, നല്ല മനോഹരമായ ഇരിപ്പിടങ്ങൾ, നല്ല സുന്ദരമായ തറ, നല്ല അതിലകത്ത് സാധനങ്ങൾ വെച്ചിരിക്കുന്നതായ അലമാരകളും അതെല്ലാം വളരെ മനോഹരമാണ്. കൊള്ളാം, നല്ല ഹോട്ടൽ. നിങ്ങളവിടെ ഒരിടത്തിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നയാൾ നിങ്ങളുടെ അടുക്കൽ വന്നു. വെയിറ്റർ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താ വേണ്ടത്? എനിക്ക് ആദ്യം ഒരു കപ്പ് ചായ വേണം, പിന്നെ എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. എന്തുണ്ട് തിന്നാൻ താണ്ടി അവിടെ ഇരിക്കുന്ന കബോർഡിലിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. ആയിട്ടൊരു കാര്യം ചെയ്യൂ, ഒരു കഷ്ണം ഹൽവ എടുത്താൽ മതി, വേറെ കൂടുതലൊന്നും വേണ്ട, പോകാൻ അല്പം തിടുക്കമുണ്ട്. ഒരു കഷ്ണം ഹൽവ. നിങ്ങളത് പറഞ്ഞു. ഉടനെ വെയിറ്റർ അദ്ദേഹം ആദ്യം ചായ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് ചായ ഓർഡർ ചെയ്തിട്ട് അദ്ദേഹം അത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്ലേറ്റ് എടുത്തു. കണ്ടപ്പോൾ തന്നെ മനോഹരമായ നല്ല പ്ലേറ്റാണ്, നല്ല വിലയേറിയ പ്ലേറ്റാണ്. പ്ലേറ്റിൽ ഒരു കഷ്ണം ഹൽവ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചു.
ഹൽവ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നിങ്ങൾ അറിയാതെ കയ്യിലേക്ക് നോക്കി. അപ്പോഴാണ് കണ്ടത് കയ്യിൽ വ്രണങ്ങളുണ്ട്. അത് കൊണ്ടുവന്ന് വെച്ചയാളുടെ കയ്യിൽ വ്രണങ്ങളുണ്ട്. നോക്കിയപ്പോൾ ആ കയ്യിലെ വ്രണങ്ങളിൽ നിന്ന് അത് പഴുത്ത് അല്പം ചലം ഒലിക്കുന്നുണ്ട്. ആ ചലം ഈ സോസറിൻ്റെ അതിൻ്റെ ഒരു അരികത്ത് അല്പം പുരണ്ടിട്ടുണ്ട്. ഹൽവയിലൊന്നും പുരണ്ടിട്ടില്ല, അല്പം അതിൻ്റെ ആ ദുർഗന്ധമുള്ള ചലം പുരണ്ടിരിക്കുന്നു. നിങ്ങൾ അത് കൊണ്ടുവച്ചെങ്കിലും നിങ്ങളത് കഴിക്കുകയില്ല. അതിനകത്ത് അഴുക്കൊന്നും പുരണ്ടിട്ടില്ല, ശരിയാണ്. പക്ഷേ കൊണ്ടുവന്ന് വെച്ച കൈകൾ അഴുക്കുള്ളതാണ്. ആ കൊണ്ടുവന്ന് വെച്ച കൈകളിൽ അഴുക്കുണ്ട്, അതിൽ അശുദ്ധിയുണ്ട്, അതിൽ ചലമുണ്ട്, അതിൽ പഴുപ്പുണ്ട്, അതിൽ കേടുണ്ട്. നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ പോയി അതിന് ബില്ല് എത്രയാണ് നിങ്ങൾ ചോദിച്ചു, പെട്ടെന്ന് പൈസ കൊടുത്തു, തൊട്ടില്ല. നിങ്ങൾ വേഗം ഇറങ്ങി നിങ്ങൾ പോരുകയും ചെയ്തു. ഇതൊരു സാധാരണ സംഭവം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് കഴിക്കാഞ്ഞത്? ഹൽവ നല്ലതല്ലേ, പ്ലേറ്റ് നല്ലതല്ലേ, ഇരുന്ന കസേര നല്ലതല്ലേ, ഇരുന്ന കസേരയുടെ മുമ്പിലുള്ള മേശ നല്ലതല്ലേ, ആ കബേർഡ് നല്ലതല്ലേ, എല്ലാം നല്ലത്. പക്ഷേ കൊണ്ടുവച്ച കൈ അഴുക്കുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ കൈകൾ നിർമ്മലമായിരിക്കണം, നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം, നമ്മുടെ ലാക്ക് ശുദ്ധമായിരിക്കണം. എൻ്റെ ജീവിതം വിശുദ്ധമാണോ? ക്രിസ്തുവിനെ ഞാൻ കൊടുക്കുന്നത്, ക്രിസ്തുവിന് കൊടുക്കുന്നത് അത് നിഷ്കളങ്ക ഹൃദയത്തോടെയാണോ? ദൈവം ഹൃദയത്തെ നോക്കുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. എനിക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുണ്ടോ? എങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. എനിക്കെന്തെങ്കിലും പ്രശംസയുണ്ടോ? ദൈവം പ്രസാദിക്കുകയില്ല. എനിക്കെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ദൈവം പ്രസാദിക്കുകയില്ല. എനിക്കെന്തെങ്കിലും പരിഭവമുണ്ടോ? ദൈവം പ്രസാദിക്കുകയില്ല. ഞാൻ ഈ കൊടുക്കുന്ന വസ്തുവിൽ തന്നെ എനിക്കെന്തെങ്കിലും ദുഷ്ടലാക്കുണ്ടോ? ദൈവം പ്രസാദിക്കുകയില്ല. എനിക്ക് ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ദുഷ്ടലാക്കുണ്ടോ? ദൈവം പ്രസാദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശുദ്ധകരം കൊണ്ട് സമർപ്പിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമാക്കി നാം സമർപ്പിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും. അതാണ് യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നത്, ദൈവം സന്തോഷിച്ചു എന്ന് പറയുന്നത്. സൗരഭ്യവാസന മണത്തു. മനുഷ്യൻ്റെ മേലുള്ള ശാപം മാറി ദൈവം പറയുകയാണ്, ശാപം ഇനി ഞാൻ ഒന്നടങ്കം മനുഷ്യനെ നശിപ്പിക്കുകയില്ല. ഒരിക്കൽ പറഞ്ഞു ഈ ഭൂമി ശപിക്കപ്പെട്ടു എന്ന്, എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നു ഇനി ഞാൻ ഒന്നടങ്കം മനുഷ്യനെ ശപിക്കുകയില്ല, മനുഷ്യനെ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു. ഒരുമിച്ച് എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു. എന്താണ് കാരണം? നോഹ കൊടുത്തതായ ആ യാഗത്തിൽ ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം ഇത്രയും കാലം തിന്മ നിറഞ്ഞതായിരുന്നു, എന്നാൽ ഇന്ന് മുഴുവനായി സമർപ്പിക്കുവാൻ ഞാനിതാ ഒരു തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ആർക്കെല്ലാം പാപങ്ങളുണ്ടോ, ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നോ, നിങ്ങൾ കോപാക്രാന്തരായി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ, കോപിച്ച് ജ്വലിച്ചെന്തെങ്കിലും സംസാരിച്ചു പോയിട്ടുണ്ടോ, വാശിയും വൈരാഗ്യവും പിണക്കവുമായി ആരോടെങ്കിലും പെരുമാറിപ്പോയിട്ടുണ്ടോ, നിങ്ങൾ പണസംബന്ധമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സൗഖ്യവും സ്നേഹവും സമാധാനവും ഐക്യവും നിലനിന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം സ്നേഹം നിറഞ്ഞതായിരുന്നുവോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹത്തോടെ കാണുകയും നിങ്ങൾ ആദരിക്കുകയും മാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കുകയും ഭർത്താവിനെ സ്നേഹത്തോടെ പരിചരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാണോ? മാതാപിതാക്കളെ അനുസരിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരസ്പര സ്നേഹത്താൽ നിറഞ്ഞവരാണോ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. പരസ്പരം സ്നേഹം അതാണോ നമ്മെ നയിച്ചു കൊണ്ടിരുന്നത്? അകന്നുപോയവരെ അടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഭിന്നിച്ചു പോയവരെ ഒന്നിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിണങ്ങിപ്പോയവരെ ഇണങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ക്ഷമിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന് ക്ഷമിക്കാൻ മനസ്സിലാതെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയും വിദ്വേഷവും കുമിഞ്ഞുകൂടി ഇരിക്കുന്നുവോ? സ്നേഹിതരെ, എങ്കിൽ നിങ്ങൾ സമർപ്പിക്കുന്ന ദൈവം കൈക്കൊള്ളുകയില്ല. ഇതെല്ലാം ക്ഷമിച്ചു തരും. നിങ്ങളൊരു കാര്യം ചെയ്യണം. കർത്താവേ, എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ, പാപം നിറഞ്ഞ എൻ്റെ ജീവിതം, തിന്മ നിറഞ്ഞ എൻ്റെ ജീവിതം, എനിക്ക് ഒന്ന് മാത്രം അറിയാം, അത് സമർപ്പിച്ചാൽ നീ കൈക്കൊള്ളുമെന്ന്. നാഥ, ശുദ്ധോദ്ദേശത്തോടെ വേറൊരു ലാക്കുമില്ലാതെ എന്നെ സ്നേഹിച്ച യേശുവിനായി എൻ്റെ ജീവിതം ഞാനിതാ വെച്ച് തരുന്നു.
എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച എൻ്റെ രക്ഷകന് വേണ്ടി, എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ പാപം വഹിച്ച എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ പാപത്തിന് ശിക്ഷയേറ്റ എൻ്റെ യേശുവിന് വേണ്ടി, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ എൻ്റെ രക്ഷകന് വേണ്ടി ഞാനിതാ എൻ്റെ ജീവിതം ഇപ്പോൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സകല പാപങ്ങൾ ക്ഷമിക്കപ്പെടും, സകല തിന്മകളും മാറും, സകല ശാപങ്ങളും മാറും. ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിക്കും. ദൈവം നിങ്ങൾ മനസ്സലിഞ്ഞ്, ദൈവം നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ മേൽ തന്നെ അനുഗ്രഹം പകരും. നിങ്ങൾക്ക് വേണ്ടേ സമാധാനം, നിങ്ങൾക്ക് വേണ്ടേ സ്വസ്ഥത, നിങ്ങൾക്ക് വേണ്ടേ പാപമോചനം, നിങ്ങൾക്ക് വേണ്ടേ ശാപങ്ങൾ മാറിക്കിട്ടുക, കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടുക വേണ്ടേ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി വേണ്ടേ? നിങ്ങൾക്ക് ഭാസുരമായ ഒരു നല്ല കാലം വേണ്ടേ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം വേണ്ടേ? ഒരു നല്ല കാലം നിങ്ങൾക്ക് വേണ്ടേ? വേണം, നിങ്ങൾക്ക് വേണം നല്ല നാളുകൾ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ യേശുവിനോട് പറയൂ, യേശുവേ, എൻ്റെ ജീവിതത്തിൽ, ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ സൗഖ്യവും സമാധാനവും തരുന്നതായ എൻ്റെ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തിന് ശേഷം നിത്യജീവൻ എനിക്ക് തരുവാൻ ക്രൂസിൽ വെച്ച രക്ഷകൻ്റെ പാദപീഠത്തിങ്കിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും സമ്പൂർണ്ണ യാഗമായി ഞാനിതാ സമർപ്പിക്കുന്നു. നാഥ, നിൻ്റെ തൃക്കരം എൻ്റെ മേലൊന്ന് വെക്കണമേ, നിൻ്റെ ആണിപ്പാടുള്ള കരനെ ശിരസിൽ നിന്ന് വെക്കണമേ. എന്നെ ഇപ്പോഴും തഴുകണമേ. എന്നെ എൻ്റെ നാഥ നീ കഴുകണമേ, എന്നെ തഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. സമർപ്പിക്കുവീൻ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുവീൻ. പുതിയ തീരുമാനം എടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം. ജീവനുള്ള പൊന്നേശുവേ, രാജാധിരാജനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരു സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പാപക്ഷമയുടെ സൗഖ്യം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.